89 നമ്മൾ അതിന് മുൻപേ തൊട്ട് മുൻപ് എടുത്ത തട്ടുംപുറത്തപ്പൻ നമ്മൾ ചെയ്തിട്ടുള്ളത് ആദ്യത്തെ പ്രദർശനം നാട്ടിൽ വെച്ചിട്ടായിരുന്നു പ്രിവ്യൂ നടത്തിയിരുന്നത്. തട്ടുംപുറത്തപ്പൻ 50 മിനിറ്റ് ദൈർഘ്യമുള്ളതാണ്. അന്ന് മുതൽ നമ്മളതിൻ്റെ ആദ്യത്തെ പ്രദർശനം കഴിഞ്ഞ ഉടനെ നമ്മൾ DVD വിറ്റ് തുടങ്ങണം. ഫെസ്റ്റിവൽസിന് പോകുന്നതിന് മുമ്പ് നമ്മൾ DVD വിറ്റ് തുടങ്ങി. അപ്പോൾ അത് നമുക്ക് കേരളം മുഴുവൻ കൃത്യമായൊരു മേൽവിലാസവും നമുക്കൊരു ബേസും തന്ന സിനിമയാണ് തട്ടുംപുറത്തപ്പൻ എന്നുള്ള സിനിമ. അപ്പോൾ അതിന് ശേഷം വരുന്ന സിനിമ എന്നുള്ള അർത്ഥത്തിൽ CR നമ്പർ 89ഉം ആ രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും. അതായത് ഒരു 70 മിനിറ്റിന് ചോട വരുന്നൊരു സിനിമ നമ്മൾ അത് പ്രദർശനത്തിൻ്റെ അന്ന് തന്നെ DVD അടിച്ച് വിൽക്കും എന്നുള്ള ഐഡിയയിലാണ് ആ സിനിമ നമ്മൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മളൊരു അവാർഡ് കിട്ടും അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിന് പോവാം ആ ധാരണയിലൊന്നുമല്ല. പിന്നീടാണ് നമ്മൾ എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് നമ്മളത് 80 മിനിറ്റ് വരുന്നു, അത് ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ വരാം എന്നുള്ള ധാരണയിലേക്ക് വരുന്നു. അതുകൊണ്ട് നമ്മളത് IFFK ഉൾപ്പെടെയുള്ള മറ്റ് സംഭവങ്ങളിൽ സബ്മിറ്റ് ചെയ്തെന്ന് മാത്രം. അത് നമ്മളങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ആ സിനിമകളെയോ അങ്ങനെ ഉണ്ടാവുന്ന സിനിമകളെയോ ഞാൻ തള്ളി പറയുന്നില്ല, മറിച്ചും സാധ്യമാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ നാട്ടിലിരുന്നു കൊണ്ട് ആ നാട്ടിലെ ആളുകളെ വെച്ചുകൊണ്ട് ഞാൻ താമസിക്കുന്ന വീടിന് ചുറ്റും 5 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിൽ ലൊക്കേഷൻ കണ്ടെത്തി ആ ആളുകളെ വെച്ചുകൊണ്ട് തന്നെ സിനിമ എടുത്തിട്ടാണ് ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് രംഗത്ത് വരുന്നത്. ഇതും സാധ്യമാണ്. നിങ്ങൾ 50 ലക്ഷം അല്ലെങ്കിൽ 1.5 കോടിയും 5 കോടിയും ചെലവഴിക്കുന്നിടത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ആളുകളെ വെച്ച് അവിടുത്തെ സാധ്യതകളും വെച്ച് 5 ലക്ഷം 10 ലക്ഷം രൂപ കൊണ്ടും വേണമെങ്കിൽ സിനിമ എടുക്കാം. അത് നിങ്ങളുടെ ഉള്ളിൽ സബ്ജക്റ്റും അതിനുള്ള ഒരു ആർജവും ഉണ്ടെങ്കിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ അവസാനം പറഞ്ഞാൽ ആദ്യം പറയാം, ഇന്നത്തെ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ ഒരു വിതരണക്കാരൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു സിനിമ ആയിരിക്കില്ല CR നമ്പർ 89. പിന്നെ സിനിമ കൊട്ടകയിൽ കാണാനുള്ളതാണ് എന്ന് പറയുന്ന അത് ആ കാലഘട്ടത്തിൻ്റെ കൂടിയാണ്. അന്ന് ഫിലിം വെച്ചും കൊണ്ട് നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കാണാൻ അതാണ് ഒരു സാധ്യത ഉണ്ടായിരുന്നത്. ഇന്ന് LCD പ്രൊജക്ടറും DVD പ്ലെയറും തുടങ്ങിയ സാങ്കേതികതയുടെ ഒരു വരവ് ഇതിനെ വളരെയധികം മാറ്റിമറിച്ചിട്ടുണ്ട്. ഇന്ന് ഈ കാണുന്ന എല്ലാ ക്ലാസിക് സിനിമകളും കാണുന്നത് എല്ലാവരും തിയേറ്ററിൽ പോയിരുന്നിട്ടൊന്നുമല്ല, അവരവരുടെ വീട്ടിലിരുന്ന് DVD ഇട്ടിട്ട് കാണുന്നു. അപ്പോൾ അങ്ങനെയും കാണുന്നൊരു പ്രേക്ഷക വൃന്ദം ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊരു സാധ്യതയാണ്. ഈ സിനിമ ഇപ്പോൾ ഫിലിമിൽ പിടിച്ച് നമ്മൾ തിയേറ്ററിൽ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരവസ്ഥ മാറിയിട്ട് നമുക്ക് വേണമെങ്കിൽ LCD പ്രൊജക്ടറിൽ വെച്ചിട്ട് വായനശാലയിലും കാണിച്ചു കൊടുക്കാം സിനിമ. നമ്മളെന്താണോ നമ്മളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുകയും നമ്മളത് വെച്ചൊരു ഡിസ്കഷനുമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് ധാരാളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്നു, നമ്മൾ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു സംഭവത്തെ രാഷ്ട്രീയമായിട്ടും നമ്മുടെ നിലപാടുകളും നമ്മൾ സിനിമകളിലൂടെ വ്യക്തമാക്കുന്നു. അതിന് നമുക്ക് ഈ വഴിയും കൂടി ഉപയോഗിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ആളുകൾക്ക് വീട്ടിലിരുന്ന് അവരവരുടെ സൗകര്യത്തിന് ചിലപ്പോൾ ഇരുന്ന് കാണാം, ചിലപ്പോൾ കൂട്ടമായിരുന്നു കാണാം. നമുക്ക് അങ്ങനെ ഒരു കൂട്ടം വിളിച്ചു ചേർത്തിട്ട് കാണിച്ചു കൊടുത്ത് സംസാരിക്കാം. ഇത്രയും സാധ്യതകൾ ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ ആ വഴി കൂടിയാണ് പരീക്ഷിക്കുന്നത്. ആ വഴികളിലൂടെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു ആശയപ്രകാശനം നടത്താമെന്നുള്ള ഒരു തിരിച്ചറിവ് കൂടിയുണ്ട് അതിൻ്റെ പിന്നിൽ. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ആളുകൾ എന്തുകൊണ്ടാണ് കാണാൻ വരാത്തതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ പരമാവധി തിയേറ്ററിൽ വരുന്ന സിനിമകൾ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. തിയേറ്റർ സിനിമകൾ തന്നെയാണ് ഒരു പീരിയഡ് വരെ നമ്മൾ കണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇത് കമേഴ്ഷ്യലായിട്ടോ അല്ലെങ്കിൽ തിയേറ്ററിൽ വരുന്ന ഈ സിനിമകളാണ് എനിക്ക് ഏറ്റവും വേഗത്തിൽ എത്തിപ്പെടാവുന്ന ഇടങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ സിനിമയോടുള്ളൊരു പാഷൻ അല്ലെങ്കിൽ സിനിമയോടുള്ളൊരു എല്ലാ തരത്തിലുള്ള താല്പര്യങ്ങളും നിലനിർത്തിയത് കമേഴ്ഷ്യൽ സിനിമകൾ തന്നെയാണ്. മറ്റ് സിനിമകൾ എനിക്ക് കിട്ടുന്ന ഇടത്തായിരുന്നില്ല. ഒരു 3 ഷോർട്ട് ഫിലിംസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് വെച്ച് കാണുന്നത്. അതുവരെ തിരുവനന്തപുരത്ത് വന്ന് നിന്ന് ഈ 8-10 ദിവസം നിൽക്കാനുള്ള ഒരു സാമ്പത്തിക പരിതസ്ഥിതിയിലായിരുന്നില്ല ഞാൻ. അപ്പോൾ അതുവരെ എന്നെ നമ്മളെ പിടിച്ചു നിർത്തുന്ന സിനിമകൾ നമ്മൾ ഈ തിയേറ്ററിൽ പോയി കാണുന്നതും നമ്മൾ TV-യിൽ വരുന്നതും ഇപ്പോൾ സ്റ്റാർ മൂവീസിൽ HBO-യിലൊക്കെ വരുന്ന സിനിമകളൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ നമ്മളെടുക്കുന്നൊരു സിനിമയിൽ വേണ്ടത് അതിൽ ഉള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നതുകൊണ്ട് നമ്മുടെ സിനിമകളിൽ അങ്ങനത്തെ എലമെൻറ്റുകൾ കുറച്ച് കുറവുണ്ടെന്ന് മാത്രം. മാർക്കറ്റിംഗ് ഒരു ആവശ്യമാണ് സിനിമയ്ക്ക്. അത് സിനിമ മാത്രമല്ല, എല്ലാ പ്രോഡക്റ്റുകളും അങ്ങനെയാണ് വരുന്നത്. അതിപ്പോൾ നമ്മൾ ആകെ 5-10 രൂപയുടെ പേനയ്ക്ക് പോലും നമ്മൾ 60-70 കോടി രൂപയുടെ പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്.
അല്ലെങ്കിൽ അത്ര 1 രൂപയുടെ പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യാൻ നമ്മൾ 50 കോടി കൊടുത്തിട്ട് വലിയ താരങ്ങളെ കൊണ്ടുവന്നിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊരു മാർക്കറ്റിംഗ് ആവശ്യമാണ്. അതിപ്പോൾ ഇത്രയും വലിയ മുതൽ മുടക്കുള്ളൊരു സിനിമയ്ക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? അത് തെറ്റൊന്നുമില്ല. പക്ഷേ സിനിമ നിൽക്കുന്നത് അതിൽ മാത്രമല്ല. സിനിമ ഈ ആളുകളെ ആദ്യത്തെ ദിവസം അവിടെ എത്തിക്കാൻ മാത്രമാണ് ഒരു വലിയ താരത്തിനും ഒരു എത്ര വലിയ മാർക്കറ്റിങ്ങിനും സാധിക്കുള്ളൂ. പിന്നീട് നിൽക്കണമെങ്കിൽ ആ സിനിമയ്ക്കുള്ളിൽ എന്തെങ്കിലും വേണം എന്നുള്ളതാണ്. ആദ്യ ദിവസം ഇടികൂടി രണ്ടാമത്തെ ദിവസം തിയേറ്ററിൽ നിന്ന് പോയ സിനിമകളും നമ്മുടെ കേരളത്തിലുണ്ട്. കേരളത്തിലല്ല, എല്ലാ ഭാഷകളിലുമുണ്ട്. അപ്പോൾ സിനിമയ്ക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ സിനിമ നിൽക്കുള്ളൂ. ആദ്യ ദിവസത്തെ ഇടികൂടലും മറ്റ് സംഭവങ്ങളിലേക്കൊക്കെ ഈ മാർക്കറ്റിംഗ് മറ്റൊക്കെ ഉപകരിച്ചേക്കും. സിനിമ നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമയ്ക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. നിലവിൽ അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊന്നും എൻ്റെ കയ്യിലില്ല. കഥകളും അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് കഥകളും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നമുക്ക് എന്ത് ജോലി ചെയ്താലും ഇവിടെ ജീവിക്കാൻ പറ്റും. ഒരു സിനിമ, നല്ല സിനിമ ഉണ്ടാവുക എന്ന് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്കണ്ട കാലം നമ്മൾ വേറെ എവിടേക്കും പോകാതെ നമ്മൾ നിന്നത്. അപ്പോൾ ഓരോ സിനിമ കഴിഞ്ഞാലും 2 കൊല്ലം ഗ്യാപ്പ് വന്ന് 5ാമത്തെ സിനിമയാണ് CR നമ്പർ 89. അപ്പോൾ ഇതുവരെ നമ്മൾ ആരുടെ അടുത്തും പോവാതിരുന്നത് നമ്മൾ നല്ലൊരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കുക, അത് പറയാൻ ആവശ്യമായത് മാത്രം തിരഞ്ഞെടുക്കുക, അത് അവിടെ നിന്നുകൊണ്ട് പറയാവുന്ന അവിടെയുള്ള ആളുകൾക്ക് ചെയ്യാവുന്നതായിരുന്നു. അപ്പോൾ അതിനിടയിലൊക്കെ നമ്മൾ മറ്റ് ജോലികളൊക്കെ ചെയ്യും. ഞാൻ പോർട്രേറ്റുകൾ വരയ്ക്കും, ഒരു കമേഴ്ഷ്യൽ പെയിൻറ്റിങ് വർക്കറാണ്. അപ്പോൾ മറ്റ് വർക്കുകൾ ചെയ്യും, ചിത്രങ്ങൾ വരച്ചു കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ. നമുക്ക് ജീവിക്കാൻ അതൊക്കെ ധാരാളമാണ്. സിനിമ, നമ്മളൊരു മണ്ടൻ സിനിമ ചെയ്ത് നിങ്ങളുടെ പൈസ വാങ്ങിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ ചെറിയ സിനിമകൾ ചെയ്യാനാണ്. ഇല്ല, ഇങ്ങനെയുള്ള പരാതികളൊക്കെ പലരും പറയുന്നു, ഞാനും കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ പോയി കേട്ടിട്ടില്ല. എനിക്കങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് കഥകൾ പറയാൻ പോയിട്ടില്ല. ഇപ്പം നമ്മൾ ചെയ്യുന്ന സിനിമകൾ ആ സമയത്തെ സാധ്യതകളും അവിടുത്തെ ആളുകളെ വെച്ചും ചെയ്യാവുന്ന സബ്ജക്റ്റുകളായതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ വെച്ച് ചെയ്തിട്ടുള്ളത്. അല്ലാതെ നിവൃത്തികേട് കൊണ്ട് നമ്മൾ അവരെ വെച്ച് ചെയ്യുന്നതല്ല. അവർക്ക് കഴിവുണ്ട്. ഇപ്പോൾ അശോകേട്ടനും അച്യുതാനന്ദനും അല്ലെങ്കിൽ നമ്മുടെ ആക്ടേഴ്സൊക്കെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട അഭിനേതാക്കൾ തന്നെയാണ്. അപ്പോൾ ആ സിനിമകളൊക്കെ അവർക്ക് ചെയ്യാവുന്ന സിനിമകൾ തന്നെയാണ്. അവർക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അവരെ വെച്ച് ചെയ്തിട്ടുള്ളത്. മറ്റേത് അവരെ താരങ്ങളുടെ അടുത്ത് ഞാൻ പോയി കഥ പറഞ്ഞിട്ടില്ല, അവരെനിക്ക് ഡേറ്റ് തരില്ലെന്നും പറഞ്ഞിട്ടില്ല. വളരെ നല്ല പ്രതികരണമാണ് എനിക്ക് വന്നിട്ടുള്ളത്. അവാർഡ് നമ്മൾ അർഹിക്കുന്നതായിരുന്നു എന്നുള്ള രീതിയിലാണ് ഭൂരിഭാഗം ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. മറിച്ചുള്ള അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കാം, അത് എനിക്ക് അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാലത്ത് ഈ പുസ്തകങ്ങളൊക്കെ വ്യാപകമായിട്ട് അടിച്ചിറങ്ങി തുടങ്ങി. ഈ അടുത്ത് എല്ലാവരും 10,000 രൂപ ഉണ്ടെങ്കിൽ ആർക്കും പുസ്തകം അടിച്ചിറക്കാം. അപ്പോൾ അവരെഴുതിയ കവിതകളും കഥകളൊക്കെ എല്ലാവരും അടിച്ചിറക്കി തുടങ്ങി. അങ്ങനെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. അതിൽ കൂടുതൽ പുസ്തകങ്ങൾ ഒരു വർഷം ഇവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൽ എത്ര കവികൾ അല്ലെങ്കിൽ എത്ര കഥാകൃത്തുക്കൾ, എത്ര പേര് നിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു സംഭവത്തിൻ്റെ ഒരു ടെക്നോളജി ഇങ്ങോട്ട് വരുമ്പോൾ ഈ കൂടുതൽ പ്രോഡക്റ്റുകളുണ്ടാവും, സത്യം തന്നെയാണ്. ഇതിൽ നല്ലത് മാത്രം നിൽക്കും, അല്ലെങ്കിൽ അതിനൊരു ക്വാളിറ്റി ഉള്ള നിലനിൽക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ പുസ്തകത്തിലായാലും ശരി, എല്ലാ രംഗത്തും ഈ ഒരു ആധിക്യമുണ്ട്. സിനിമയിലും അതിൻ്റെ ഫലമായിട്ട് വിഷ്വൽസും കുറേ കൂടുതൽ വന്നേക്കും. അതിൽ നല്ല വിഷ്വൽസ് നിൽക്കും. നമ്മൾ സെലക്ട് ചെയ്തിട്ടാണല്ലോ പുസ്തകം വായിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ പുസ്തകങ്ങൾ മുതൽ ഏറ്റവും വലിയ പുസ്തകങ്ങൾ വരെ വിപണിയിലുണ്ട്. നമ്മളെല്ലാ പുസ്തകവും നമ്മൾ വാങ്ങുന്നില്ല. അവരവർക്ക് പറ്റിയ പുസ്തകങ്ങൾ അവരവർ തേടി പിടിച്ച് വാങ്ങിച്ചു വായിക്കുന്നു. അതേപോലെ വിഷ്വലുകളെയും നിങ്ങളങ്ങനെ സ്ക്രീൻ ചെയ്യേണ്ടി വരും.